ഭീതിയൊഴിയാതെ കൊറോണ വൈറസ്. വേൾഡ് ക്ലോക്കിന്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മാനവരാശിയെ കാർന്നു തിന്നുന്ന വിപത്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കൊറോണ വൈറസ്. 100-ലേറെ രാജ്യങ്ങളിലായി 6000-ൽ പരം ജനങ്ങൾ മരണമടയുകയും 1.5 ലക്ഷത്തിലധികം പേർക്ക് വൈറസ് ബാധ ഏറ്റതായും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. ദിനംപ്രതി വൈറസ് ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് മുൻകരുതലുകൾ സ്വീകരിക്കുമ്പോഴും അവികസിത രാജ്യങ്ങളിലേക്കുള്ള വൈറസ് വ്യാപനം ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബർ അവസാനത്തോടെ ചൈനയിലെ വുഹാനിൽ പടർന്നു പിടിച്ച നോവൽ കൊറോണ വൈറസ് 3 മാസത്തിനകം ലോകത്തിലെ 100-ലധികം രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. നിലവിൽ 1.5 ലക്ഷത്തിലധികം പേരിൽ വ്യാപിച്ച രോഗം ജീവനെടുത്തവരുടെ എണ്ണം 6000 കടന്നു. COVID-19 എന്ന് ലോകാരോഗ്യ സംഘടന പേരിട്ട ഈ നോവൽ കൊറോണ വൈറസ് ഏറ്റവും കൂടുതൽ ആളുകളുടെ ജീവനെടുത്തത് ചൈനയിലാണ്. ഇറ്റലിയിലും ഇറാനിലുമൊക്കെ മരണസംഖ്യ ഉയരുകയാണ്. ഇന്ത്യയിലും രോഗബാധിതരുടെ എണ്ണം കൂടുന്നുണ്ട്. രോഗവ്യാപനം തടയാൻ പല മുൻകരുതലും ലോകാരോഗ്യ സംഘടന ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലോകം മുഴുവൻ ഒരു ഭീതിയിലാണെന്ന് തന്നെ പറയാം. ലോകത്തിലെ പ്രധാനപ്പെട്ട ജനവാസ കേന്ദ്രങ്ങളും വ്യാപാര വാണിജ്യ കേന്ദ്രങ്ങളുമെല്ലാം കൊറോണ വൈറസിന്റെ പിടിയിലായി. ജനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് മിക്ക രാജ്യങ്ങളും. നിരത്തുകളും കടകമ്പോളങ്ങളും അടഞ്ഞുകിടക്കുന്നു. പല രാജ്യങ്ങളും പൊതുപരിപാടികൾക്ക് കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയിലെ പ്രധാന വിമാനത്താവളങ്ങളെല്ലാം ഭാഗികമായി നിശ്ചലമായി. ജനനിബിഡമായിരുന്ന എല്ലാ മേഖലയിലും ഒരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ആഗോള ടൂറിസം മേഖലയെ പിടിച്ചുലച്ച് കളഞ്ഞിരിക്കുന്നു വൈറസ് ബാധ. ടൂറിസം പ്രധാന വരുമാനമായ തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങുന്നതായി പറയാം. അത്തരത്തിലുള്ള ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള രോഗവ്യാപനം കണക്കിലെടുത്ത് ലോകാരോഗ്യ സംഘടന ജനുവരിയിൽ തന്നെ ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥയും അതിജാഗ്രതയും പ്രഖ്യാപിച്ചിരുന്നു. COVID-19 ആഗോളതലത്തിൽ വ്യാപിക്കാനും വൈറസ് വ്യാപനം ശക്തമാവാനും വളരെ ഉയർന്ന സാധ്യതയാണ് ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്നത്. വളരെ ഗുരുതരമായ ചില രോഗബാധിതകൾ അപ്രതീക്ഷിതമായി ഒരു രാജ്യത്ത് പടർന്നു പിടിക്കുകയും അത് ആ രാജ്യത്തിൻ്റെ അതിർത്തി ഭേദിച്ച് അന്താരാഷ്ട്ര തലത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. രോഗബാധയെ ചെറുക്കുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ ഒത്തൊരുമിച്ച് നടപടികൾ ആവശ്യമായി വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. അത്തരത്തിൽ അതിവേഗം കൊറോണ വൈറസ് വ്യാപിക്കുകയായിരുന്നു. വുഹാനിൽ ആദ്യം വൈറസ് ബാധ സ്ഥിരീകരിച്ചെങ്കിലും ചൈനീസ് ഭരണകൂടം വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല എന്ന ആക്ഷേപം ആദ്യം മുതൽക്കേ തന്നെ ഉയർന്നു കേൾക്കാമായിരുന്നു. അതിനിടെ ചൈനയുടെ ജൈവായുധം ചോർന്നതാണ് ഈ വിപ്ലവത്തിന് കാരണമെന്നും അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു. അഭ്യൂഹങ്ങൾ എന്തു തന്നെ ആയാലും കൊറോണ വൈറസ് രാജ്യാന്തര അതിർത്തികൾ ഭേദിച്ച് ദിനംപ്രതി മുന്നേറുകയാണ്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പുതിയ വൈറസിന് അതിവേഗം പടരാൻ സാധിക്കുമെന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു. വൈറസ് ഒരു ശരീരത്തിൽ പ്രവേശിച്ചാൽ ആ ശരീരത്തിലെ ജീവനുള്ള കോശങ്ങളെ ഹൈജാക്ക് ചെയ്ത് സ്വയം കോശവിഭജനം നടത്തി ഇരട്ടിച്ച് പെട്ടെന്ന് പെരുകി വരികയാണെന്നാണ് കണ്ടെത്തൽ. ഈ ഇരട്ടിക്കൽ പ്രക്രിയയ്ക്കിടെ സംഭവിക്കുന്ന വളരെ ചെറിയ വ്യതിയാനങ്ങൾ ആണ് വൈറസിൻ്റെ ജനിതക മാറ്റത്തിന് ഇടയാക്കുന്നതെന്നും പുതിയ സ്ട്രെയിനിലുള്ള വൈറസുകൾ രൂപപ്പെടുന്നതും. ഇങ്ങനെ രൂപപ്പെടുന്ന പുതിയ ജനിതക ഘടനയുള്ള വൈറസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപിക്കുമ്പോഴാണ് അത് നോവൽ വൈറസ് എന്ന് അറിയപ്പെടുന്നതും അതിന് ചികിത്സയില്ലാത്ത സാഹചര്യമുണ്ടാകുന്നതും. ഇത് അതീവ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണെന്ന് ലോകാരോഗ്യ സംഘടനാ പ്രവർത്തകർ പറയുന്നു. The main reason for this declaration is not because of what is happening in China, but because of what is happening in other countries. Our greatest concern is the potential for the virus to spread to countries with weaker health systems and which are ill prepared to deal with it. Let me be clear. This declaration is not a vote of no confidence in China.
On the contrary, WHO continues to have a confidence in China's capacity to control the outbreak. ശരീരസ്രവങ്ങളിൽ നിന്നാണ് രോഗം പടരുന്നത്. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വായിൽ നിന്നും പുറത്തേക്ക് തെറിക്കുന്ന സ്രവങ്ങളുടെ തുള്ളിയിൽ വൈറസുകൾ ഉണ്ടായിരിക്കും. വായും മൂക്കും മൂടാതെ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഇവ വായുവിലേക്ക് പടരുകയും അടുത്തുള്ളവരിലേക്ക് വൈറസുകൾ എത്തുകയും ചെയ്യും. വൈറസ് സാധ്യതയുള്ളയാളെ സ്പർശിക്കുമ്പോഴോ അയാൾക്ക് ഹസ്തദാനം നൽകുകയോ ചെയ്യുമ്പോഴും രോഗം മറ്റൊരാളിലേക്ക് പകരാം. വൈറസ് ബാധിച്ച ഒരാൾ തൊട്ട വസ്തുക്കളിൽ വൈറസ് സാന്നിധ്യം ഉണ്ടാകാം. ആ വസ്തുക്കൾ മറ്റൊരാൾ സ്പർശിച്ച് പിന്നീട് ആ കൈകൾ കൊണ്ട് മൂക്കിലോ കണ്ണിലോ മറ്റോ തൊട്ടാലും രോഗം പകരാം. വൈറസ് 2 ദിവസം വരെ നശിക്കാതെ നിൽക്കും. സാധാരണ ജലദോഷപ്പനിയെപ്പോലെ തന്നെ ശ്വാസകോശ നാളിനെയാണ് ഈ രോഗം ബാധിക്കുന്നത്. മൂക്കൊലിപ്പ്, ചുമ, തൊണ്ടവേദന, തലവേദന, പനി തുടങ്ങിയവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. ഇവ ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കും. പ്രതിരോധ വ്യവസ്ഥ ദുർബലമായവരിൽ, അതായത് പ്രായമായവരിൽ വൈറസ് പിടിമുറുക്കും. ഇതുവഴി ഇവരിൽ ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ് പോലുള്ള രോഗങ്ങൾ പിടിപെടും. ഗുരുതരമായാൽ മരണം വരെ സംഭവിക്കാം. കൊറോണ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ 14 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണും. ഈ 14 ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്നറിയപ്പെടുന്നത്. വൈറസ് പ്രവർത്തിച്ചു തുടങ്ങിയാൽ 2-4 ദിവസം വരെ പനിയും ജലദോഷവും ഉണ്ടാകും. തുമ്മൽ, ചുമ, മൂക്കൊലിപ്പ്, ക്ഷീണം, തൊണ്ടവേദന എന്നിവയും ഉണ്ടാകും. കൊറോണ വൈറസ് ബാധയ്ക്ക് കൃത്യമായ മരുന്ന് നിലവിലില്ല. പ്രതിരോധ വാക്സിനും ലഭ്യമല്ല. വാക്സിൻ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം. ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന ചികിത്സാ പ്രോട്ടോകോൾ പ്രകാരം പകർച്ചപ്പനിക്ക് നൽകുന്നത് പോലെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനുള്ള മരുന്നുകളാണ് നൽകുന്നത്. രോഗം തിരിച്ചറിഞ്ഞാൽ രോഗിയെ മറ്റുള്ളവരിൽ നിന്നും മാറ്റി ഐസൊലേറ്റ് ചെയ്യണം. തീവ്രപരിചരണം നൽകേണ്ടി വരും. രോഗം തീവ്രമായാൽ വെന്റിലേഷൻ സപ്പോർട്ട് വേണ്ടിവരാം. IV ഫ്ലൂയിഡ് ഡ്രിപ്പായി നൽകൽ, ആൻറ്റിബയോട്ടിക്കുകൾ എന്നിവയൊക്കെ നൽകേണ്ടി വരും. രോഗിക്ക് വിശ്രമം അത്യാവശ്യമാണ്. ശരീരത്തിൽ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. കൊറോണ വൈറസ് കുടുംബത്തിൽപ്പെട്ട മറ്റ് രോഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. മെർസ് അഥവാ മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2012 മിഡിൽ ഈസ്റ്റ് മേഖലയിലാണ്. ഇതും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ ലക്ഷണങ്ങൾ മറ്റുള്ളവയെ അപേക്ഷിച്ച് അല്പം തീവ്രമായിരുന്നു. മൃഗങ്ങളുമായുള്ള സമ്പർക്കം മൂലമാണ് വൈറസ് പരക്കുന്നത്. മെർസ് ആദ്യമായി പടർന്നത് ഒട്ടകങ്ങളിൽ നിന്നാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിരുന്നു. മറ്റൊരു രോഗിയായി മാറുകയായിരുന്നു. സാർസ് അഥവാ സിവിയൻ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം മറ്റൊരു തരം കൊറോണ വൈറസാണ്. ദക്ഷിണ ചൈനയിലെ ഗുവാങ്ടോങ് പ്രവിശ്യയിലാണ് ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. ഇത് ശ്വാസകോശ പ്രശ്നങ്ങൾക്കൊപ്പം വയറിളക്കം, ക്ഷീണം, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്വാസകോശ അസ്വസ്ഥത, വൃക്കസ്തംഭനം എന്നിവയും ഉണ്ടാക്കും. 2002-2003 കാലത്ത് ചൈനയിൽ വ്യാപകമായി സാർസ് ബാധിച്ചിരുന്നു. 8000-ഓളം പേർ രോഗബാധിതരാവുകയും 800-ഓളം പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു. സിവറ്റ് ക്യാറ്റിൽ നിന്നുമാണ് സാർസ് പടർന്നത്. ഇത്തരത്തിൽ നിരവധി രോഗങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആഗോളതലത്തിൽ കൊറോണ വൈറസ് അതിവേഗം വ്യാപിക്കുന്നതിൻ്റെ തെളിവാണ് ഒറ്റ ദിവസം കൊണ്ട് സ്പെയിനിൽ 1500-ൽ പരം ജനങ്ങൾക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പരിശോധന നടത്തിയതായി വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ പറയുന്നു. ആഗോള മൈക്രോസോഫ്റ്റ് ഭീമന്മാരായ ആപ്പിൾ കമ്പനിയുടെ വാർഷിക പ്രഖ്യാപനം ഓൺലൈൻ വഴി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതായും മൈക്രോസോഫ്റ്റ് വ്യക്തമാക്കി. ആഗോളതലത്തിൽ മുൻകരുതലുകൾ പലതും സ്വീകരിച്ചെങ്കിലും വൈറസ് വ്യാപനത്തിൻ്റെ തീവ്രത എത്രത്തോളമുണ്ടെന്ന് കണ്ടറിയാം. അട്ടിമറി രാഷ്ട്രീയത്തിലൂടെ അധികാരമാറ്റം വീണ്ടും മലേഷ്യയിൽ. പ്രധാനമന്ത്രിയായിരുന്ന മഹാതീർ മുഹമ്മദിന്റെ രാജിയെ തുടർന്ന് ഉടലെടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിക്ക് വിരാമം. അതേ മുന്നണിയിൽപ്പെട്ട മുയുദ്ദീൻ യാസിനെ പ്രധാനമന്ത്രിയായി നിയമിച്ച് മലേഷ്യൻ രാജാവ് ഉത്തരവിറക്കി. 60 വർഷം നീണ്ടുനിന്ന കിരാത ഭരണത്തിന് തടയിട്ടാണ് മഹാതീർ പ്രധാനമന്ത്രിയായത്. പുതിയ പ്രധാനമന്ത്രി തീവ്ര വർഗീയവാദിയാണെന്ന വിമർശനം നിലനിൽക്കുന്നതിനിടയിലാണ് മലേഷ്യൻ രാജാവിൻ്റെ ഈ തീരുമാനം. ഭരണമാറ്റത്തിനിടെ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് മലേഷ്യയിൽ. മലേഷ്യൻ ഭരണത്തിൽ ഏറെ ആശങ്കാകുലരായ ഒരു പറ്റം ജനങ്ങളെ കാണാം. കഴിഞ്ഞ 60 വർഷമായി ഭരിച്ചുകൊണ്ടിരുന്ന BNC ദേശീയ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് 92-കാരനായ മഹാതീർ മുഹമ്മദ് 2018-ൽ മലേഷ്യയിൽ അധികാരം പിടിച്ചടക്കിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ കാലിടറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മലേഷ്യൻ രാഷ്ട്രീയത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. അഴിമതിയെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കക്ഷിയുമായി അധികാരത്തിൽ തുടരാൻ കഴിയില്ലെന്ന വാക്ക് പറഞ്ഞാണ് മഹാതീർ മുഹമ്മദ് ഭരണകക്ഷിയുടെ ഭാഗമായിരുന്നിട്ടും അന്ന് മുന്നണി വിട്ടത്.
അതോടെ അദ്ദേഹത്തിന്റെ പ്രായം പോലും കണക്കാക്കാതെ മഹാതിറിന് പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. 222 സീറ്റിൽ 113 സീറ്റുകൾ നേടിയാണ് അന്ന് മഹാതിർ അധികാരത്തിലെത്തിയതെന്ന് പറയാം. മഹാതിർ മുൻപ് ഭരിച്ച പ്രധാനമന്ത്രി നജീബ് റസാഖും കൂട്ടരും ഏതാണ്ട് $450 കോടി അടിച്ചുമാറ്റിയെന്നാണ് ആരോപിക്കപ്പെടുന്നത്. പിൻഗാമികളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് 92-ാം വയസ്സിൽ ജനം രാജഭരണം ആധുനിക മലേഷ്യയുടെ പിതാവിന്റെ കൈകളിൽ തിരികെ ഏൽപ്പിച്ചത്. ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ 1957 ശേഷം ഇതാദ്യമായാണ് രാജ്യത്ത് ഭരണമാറ്റമുണ്ടാവുന്നത്. 1957 മുതൽ 1970 വരെ ഉംനോ അഥവാ യുണൈറ്റഡ് മലയ നാഷണൽ ഓർഗനൈസേഷൻ രാജ്യം ഭരിച്ചു. 1970-ൽ ഉംനോയുടെ നേതൃത്വത്തിൽ 1 ഡസനിലേറെ കക്ഷികൾ ഉൾക്കൊള്ളുന്ന സഖ്യമായി ബാരിസൺ നാഷണൽ രൂപീകരിച്ചു. അന്നു മുതൽ ബാരിസൺ തെരഞ്ഞെടുപ്പിൽ എതിരാളികൾ ഉണ്ടായിട്ടില്ല. 1981-ൽ മഹാതിർ മുഹമ്മദ് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടു. Saya menghadapi masalah dengan Datuk Seri Anwar, saya mengaku, tapi saya yang semasa saya jadi Presiden UMNO Anwar tersingkir dan dia kena hukuman, masuk penjara apa semua. 2003 വരെ അധികാരത്തിൽ തുടർന്ന അദ്ദേഹം ആ വർഷം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചു. അബ്ദുള്ള അഹമ്മദ് ബദാവിയുടെ ഊഴമായിരുന്നു അടുത്തത്. പക്ഷേ ബദാവി ഭരണത്തിൽ അസംതൃപ്തനായ മഹാതിർ അദ്ദേഹത്തെ പുറത്താക്കി തന്റെ അടുത്ത അനുയായി നജീബ് റസാഖിനെതിരെ പ്രധാനമന്ത്രിയാക്കി. തന്റെ ജീവിതത്തിലെ ഏറ്റവും തെറ്റായ തീരുമാനമെന്നാണ് അതേക്കുറിച്ച് മഹാതിർ മുഹമ്മദ് പിന്നീട് പറഞ്ഞത്. Anggap Najib lebih bahaya. Jadi saya sanggup rojok balik kerjasama dengan Anwar, bahkan saya kerjasama dengan DAP pun. Kalau tidak, tak boleh dikalahkan BN. Jadi ini strategi. Ialah saya kena berbaik-baiklah balik dengan Anwar. നജീബ് റസാഖിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളാണ് മലേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിയത്. മലേഷ്യയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 2009-ൽ രൂപവൽക്കരിച്ച വൺ മലേഷ്യ ഡെവലപ്മെന്റ് ബർഹാദിലേക്ക് വിദേശത്തു നിന്ന് ശതകോടികളാണ് ഒഴുകിയെത്തിയത്. ഇതിൽ നിന്ന് $450 കോടി നജീബ് റസാഖിന്റെ സ്വന്തക്കാർ കൈവശപ്പെടുത്തിയെന്നാണ് ആരോപണം. ക്വാലലംപൂരിനെ ഫിനാൻഷ്യൽ ഹബ്ബായി വളർത്തുകയായിരുന്നു വൺ മലേഷ്യ ഡെവലപ്മെന്റിന്റെ ബർഹാദിന്റെ ലക്ഷ്യം. 2015-ലാണ് പദ്ധതിയിലെ ക്രമക്കേടുകൾ പുറത്തുവന്നത്. നജീബ് റസാഖിന്റെ അക്കൗണ്ടിൽ $70 കോടി ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് നിക്ഷേപിച്ചതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തതാണ് അഴിമതി ആരോപണങ്ങൾക്ക് വഴിതെളിച്ചത്. റസാഖും മറ്റും വാങ്ങിക്കൂട്ടിയ സ്വത്തുവകകളിൽ നിന്നും $170 കോടി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ US ആരംഭിച്ചു. ചരക്കു സേവന നികുതി ഏർപ്പെടുത്തുക കൂടി ചെയ്തതോടെ റസാഖിന്റെ ജനപ്രീതി പൂർണ്ണമായും ഇടിഞ്ഞു. ഇതോടെ താൻ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിവരികയാണെന്ന് മഹാതിർ മുഹമ്മദ് പ്രഖ്യാപിച്ചു. ഉംനോ വിട്ട അദ്ദേഹം പ്രതിപക്ഷമായ പകാതൻ ഹാരപ്പനിന്റെ ഭാഗമായി. ഒരിക്കൽ തന്റെ മുഖ്യ ശത്രുവായിരുന്ന അൻവർ ഇബ്രാഹിമിന്റെ കൈപിടിച്ചാണ് റസാഖിനെ തോൽപ്പിക്കാൻ അദ്ദേഹം കളത്തിലിറങ്ങിയത്. മഹാതിർ ഉപപ്രധാനമന്ത്രിയായിരിക്കെ അദ്ദേഹവുമായി തെറ്റിപ്പിരിഞ്ഞ അൻവർ ഇബ്രാഹിം 1998 മുതൽ 2004 വരെ പീഡനക്കേസിൽ ജയിലിലായിരുന്നു. അൻവർ ഇബ്രാഹിമിന്റെ ഭാര്യയും പീപ്പിൾസ് ജസ്റ്റിസ് പാർട്ടി അധ്യക്ഷയുമായ വാൻ അസീസ വാൻ ഇസ്മായിലാണ് ഉപപ്രധാനമന്ത്രി. മഹാതിർ മുഹമ്മദിന്റെ തിരിച്ചുവരവ് മലേഷ്യയെ അഴിമതി മുക്തമാക്കിയേക്കുമെന്ന കാത്തിരുന്ന് കാണാം. രാജ്യത്തിന് നഷ്ടമായ വൻതുക തിരിച്ചുപിടിക്കാൻ അദ്ദേഹത്തിന് കഴിയേണ്ടതുണ്ട്. മഹാതിറിന്റെ മടങ്ങിവരവ് ഉയർത്തുന്ന നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. 22 വർഷത്തെ തന്റെ ഭരണകാലത്തെ ഏകാധിപത്യ ചെയ്തികൾക്ക് അദ്ദേഹം മാപ്പു പറഞ്ഞിട്ടില്ല. കൂടെ കൈപിടിച്ചിരിക്കുന്ന അൻവർ ഇബ്രാഹിമിനോടടക്കം താൻ ചെയ്തത് ശരിയാണോ എന്ന് മഹാതിർ വ്യക്തമാക്കേണ്ടതുണ്ടെന്നും എതിരാളികൾ പറഞ്ഞു. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നെങ്കിലും രാഷ്ട്രീയത്തിലെ ചുവടുമാറ്റം മഹാതിറിന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. 2018-ൽ സഖ്യമുണ്ടാക്കിയ ഇബ്രാഹിം അധികാരത്തിനായുള്ള കുരുക്കുകൾ നീക്കിയതോടെ മഹാതിർ ഐതിഹാസികമായി രാജി സമർപ്പിക്കുകയായിരുന്നു. മഹാതിർ മുഹമ്മദ് രാജിവെച്ചതിനെ തുടർന്നാണ് മുഹിയുദ്ദീൻ യാസിനെ പുതിയ പ്രധാനമന്ത്രിയെ രാജാവ് പ്രഖ്യാപിച്ചത്. മലേഷ്യയുടെ 8ാമത്തെ പ്രധാനമന്ത്രിയാണ് 72-കാരനായ മുഹിയുദ്ദീൻ യാസിൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. കോലാലംപൂരിലെ കൊട്ടാരത്തിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ. അതേസമയം പ്രധാനമന്ത്രിയാകാനുള്ള ഭൂരിപക്ഷം തനിക്കാണെന്നും താനത് പാർലമെന്റിൽ തെളിയിക്കുമെന്നും രാജിവെച്ച മഹാതിർ മുഹമ്മദ് പറഞ്ഞു. മുൻ ആഭ്യന്തരമന്ത്രിയായ മുഹിയുദ്ദീൻ യാസിനെ പ്രധാനമന്ത്രിയായി രാജാവ് പ്രഖ്യാപിച്ചത് തികച്ചും നാടകീയമായാണ്. MP-മാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് രാജാവ് അന്തിമ തീരുമാനമെടുത്തത്. യാസിന്റെ സഖ്യത്തിൽ കടുത്ത വർഗീയ നിയമങ്ങൾ കൈവാദിക്കുന്ന സംഘടനകളും അംഗങ്ങളാണെന്ന് ജനങ്ങൾക്ക് ഏറെ ആശങ്കയുണ്ട്. കൊറോണയിൽ തട്ടി ഇനിയും എത്ര ജീവനുകൾ പൊലിയുമെന്ന് കാത്തിരുന്ന് കാണാം. വേൾഡ് ക്ലോക്കിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.